ഒരു നിമിഷം മൗനമാവുക. സ്നേഹത്തിൻ്റെ വലിയ ദൈവവിളിയാണ് ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മൾ കേട്ടത്. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് വിശ്വാസത്തെക്കാളുപരി സ്നേഹമാണെന്നുള്ള സുവിശേഷ സത്യമാണ് നമ്മൾ കേട്ടത്. സ്നേഹം ആരുടെയും തിന്മകളെ കണക്കിലെടുക്കുന്നില്ല എന്നാണ് അവസാനം പറഞ്ഞത്. അവൻ ജെറുസലേമിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ്, ദൈവസന്നിധാനം വിട്ടത് കൊണ്ടാണ്, അവൻ മദ്യപാനിയായതുകൊണ്ടാണ്, അവൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ് അവൻ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് വിധിച്ച് നമ്മൾ ചെയ്യാതെ നിയമപരമായിട്ട് ഒഴിവാക്കുന്നതാണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുമ്പോഴുണ്ടാകുന്ന വിശ്വാസം. അതിനേക്കാളുപരി നീ അതെങ്ങനെയോ വായിക്കുന്നുവെന്ന് കർത്താവ് നിന്നോട് ചോദിച്ചോ. അതാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് വായിക്കുന്ന പോലെ വായിക്കാനാണ്. ഈശോ എങ്ങനെയാണ് നമ്മളെ വായിച്ചത്? എന്നിട്ട് നമ്മുടെ തെറ്റും കുറ്റവും നോക്കാതെ അവൻ ഡിസ്ക്ലെയിം ചെയ്തെന്നാണ് ബൈബിൾ പറയണത്. അവൻ പ്രകൃതിയ ദൈവമായിരുന്നു. ആ ക്ലെയിമൊന്നും അവൻ കണക്കാക്കിയില്ല, അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചില്ല. അവൻ മനുഷ്യൻ, അവൻ ദാസനായി ഡിസ്ക്ലെയിം ചെയ്തു, തൻ്റെ ദൈവിക പദവിയെ ഡിസ്ക്ലെയിം ചെയ്തു. അതാണ് ഫിലിപ്പിയർ 2:5-6-7 തിരുവചനങ്ങൾ. അവൻ ദാസനായി മരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. വലിയ കാര്യങ്ങൾ ദൈവം അവന് വേണ്ടി ചെയ്തു. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവന് നൽകി. അതിനാൽ അവൻ്റെ നാമം കേൾക്കുന്ന മാത്രയിൽ താഴെ പാതാളത്തിലും ഭൂസ്വർഗങ്ങളിലുമുള്ളവരെ മുഴങ്കാൽ മടക്കാൻ വേണ്ടി മാത്രം വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ദൈവം ചെയ്തെങ്കിൽ അത് കർത്താവ് ആ വലിയ കാര്യങ്ങൾ ദൈവത്തെ കൊണ്ട് ചെയ്യിച്ചത് സ്വയം എളിമപ്പെട്ടിട്ടാണ്. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. സ്നേഹവും എളിമയും വഴിയാണ് ദൈവത്തെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. പരിശുദ്ധ അമ്മയെപ്പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. മഹത്വത്തിനായി ആരാധന യേശുവേ. യേശുനാമം അതിശയനാമം, ഈടേരിക്കുംബനാമം. യേശുനാമം അതിശയനാമം, ഈടേരിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ നല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ നല്ല ഭക്തമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഈടേരിക്കുംബനാമം. യേശുനാമം അതിശയനാമം, ഈടേരിക്കുംബനാമം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേരെ കർത്താവ് സുഖപ്പെടുത്തണം. നമുക്ക് കഴിഞ്ഞ വർഷം കർത്താവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൈവെപ്പ് പ്രാർത്ഥന. രോഗമുള്ള ഇടങ്ങളിലൊക്കെ കൈവെക്കേണ്ട സമയമാണ്. യേശുനാമത്തെ കൈവെക്കണം. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞില്ലേ? പുറപ്പാട് 14:13. നിങ്ങൾ ഇന്ന് കാണുന്ന രോഗം ഇനിമേൽ നിങ്ങൾ കാണത്തില്ല. അൾസറായാലും എത്ര രോഗങ്ങളാണ്. ആ ഹൈന്ദവ സഹോദരി അതിമനോഹരമായിട്ടൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? അപൂർവമായ രോഗം കൊണ്ട് വികൃതഘോരമായി ശരീരം ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു, മുടിയെല്ലാം പൊഴിഞ്ഞു പോയി. പരിശുദ്ധ അമ്മ ശക്തനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിച്ചു. മരുന്നിലുള്ള വിശ്വാസം പോലും പോയി. അമ്മയെടുത്ത് വന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി തൈലത്തിലൂടെ ആ മുടിയെല്ലാം തിരിച്ചു വന്നു. ശരീരം ചുട്ടി രോഗം വിട്ടുമാറി. എത്ര വലിയ കാര്യങ്ങളാണ്. അത് വെറും 2 ആഴ്ച കൊണ്ട് സംഭവിച്ചതാണ്.
അതെ, ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണത്തില്ല. അത് 10,000ങ്ങളുടെ അനുഭവങ്ങളാണ് ഈ അൾത്താരയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിൽ നിങ്ങൾ കേട്ട സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ശ്വാസകോശങ്ങളിൽ നിൻ്റെ കൈകൾ വെക്കട്ടെ. യു വാണ്ട് ടു ബി ഹീൽഡ്. കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്, നീ സൗഖ്യപ്പെടണമെന്ന്. ശ്വാസകോശ രോഗമുള്ളവർ അവരുടെ ശ്വാസകോശങ്ങളിൽ നെഞ്ചിൽ കൈവെക്കട്ടെ മക്കളെ. ഹൃദയരോഗികൾ നെഞ്ചിൽ കൈവെക്കട്ടെ. എന്നിട്ട് പറ, അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈശോ ഞാൻ ഈ കൈവെക്കണമെന്ന് പറ. വലിയ രോഗികൾ, ശ്വാസം മുട്ടലുള്ളവർ, തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോഴും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ നാടുകളിലും വീടുകളിലും ഇടങ്ങളിലും ഇരിക്കുന്നവർ കർത്തനാമത്തിൽ കൈവെക്കട്ടെ. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കൃപാസനം അൾത്താരയിൽ നിന്നുകൊണ്ട് നടുവേദനക്കാരും കിഡ്നി രോഗികളും നടുവിൽ കൈവെക്കട്ടെ. നടുവേദനക്കാരും കിഡ്നി രോഗികളും നടുവിൽ കൈവെക്കട്ടെ. ഇന്ന് കാണുന്ന നടുവേദന ഇനിമേൽ നിങ്ങൾ കാണത്തില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറയുന്നു. ശ്രദ്ധിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, the powerful God, soak with the precious blood. I command you, in the name of Jesus Christ, to be healed. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. അതുപോലെ നെറ്റിയിൽ കൈവെക്കുക. എന്നിട്ടെങ്കിലും പറഞ്ഞ സാക്ഷ്യം വരെ ഓർക്കുക. നടക്കാത്ത കാര്യങ്ങൾ നീ ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകും. എൻ്റെ തലയിലെ ട്യൂമറൊന്നും പോകാൻ പോണില്ല, എന്നാലും വെച്ചേക്കാൻ കഴിയും, കുഴപ്പമില്ല. നീ നിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ, ഈശോയുടെ അമ്മയുടെ മധ്യസ്ഥതയിൽ വെക്കുക. എന്നിട്ട് പറയുക, എൻ്റെ തലച്ചോറിലുള്ള മുഴുവൻ രോഗങ്ങളെയും പരിശുദ്ധമ്മേ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നാമത്തിലാണ് ഞാൻ ഈ കൈവച്ചിരിക്കുന്നത്. നടുവേദനക്കാരും കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസ്സിന് ചെവിയിൽ നിന്ന് ഡിസ്ചാർജ് ഉള്ളവരുണ്ട്, കണ്ണ് മങ്ങിപ്പോണവരുണ്ട്, ഒക്കെ അവരെല്ലാം നെറ്റിയിൽ കൈവെക്കേണ്ടതാണ്. വായ്ക്കേടുള്ളവർ, പല്ലിന് കേടുള്ളവർ, മോണ ചെയ്യുന്നവർ, തൊണ്ട അഴുകുന്നവർ, പല പല ഇങ്ങനെ റെക്കറിങ് വരുന്ന രോഗങ്ങളാണ്. തൊണ്ട അഴുക്കുകൾ, അഴുകുന്ന രോഗങ്ങൾ ഒക്കെ അവർ തൊണ്ടയിൽ കൈവെക്കുക. സ്പണ്ടിലോസിന് അസുഖമുള്ളവർ പിൻകഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുക, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോ നാമത്തിലെ ദൈവസ്നേഹത്തോടെ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനും എന്നെപ്പോലെ ഈ രോഗത്തിന് വേദന ഉള്ളവരും രോഗികളെ യേശുനാമത്തിലെ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ഈശോയെ, ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. മക്കളെ, നിങ്ങൾ സുഖപ്പെടണമെന്നും സന്തോഷമായി കർത്താവിനെ നന്ദിയോടെ സന്തോഷമായി ജീവിക്കണമെന്നും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും
അതുകൊണ്ട് ഞാനിപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ഉള്ളുകൊണ്ട് നടത്തുകയാണ്. നിങ്ങളിവിടെ വരുന്നത് വരാതിരിക്കുന്ന ഒന്നും എനിക്ക് പ്രശ്നമല്ല. നിങ്ങളെ സന്തോഷമായി ജീവിക്കണം എവിടെയായാലും. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ദൈവം നൽകിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ആവത് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളെ സർവാംഗം ശരീരം പൊതിഞ്ഞ് കർത്താവിനെ ഏൽപ്പിക്കുക. സർവാംഗം ശരീരം പൊതിഞ്ഞ് ഉള്ളംകാലും അത് ഉച്ചവരെ അജ്ഞാത രോഗങ്ങൾ, അപൂർവ രോഗങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവേ, നിങ്ങളെ സ്തുതിക്കട്ടെ. നിങ്ങളെ രോഗം സുഖപ്പെടുന്ന സമയമാണ് കർത്താവേ. അപാര രോഗങ്ങൾ, അജ്ഞാത രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ കർത്താവേ വിശുദ്ധ രക്തത്താൽ അങ്ങ് കഴുകണമേ ഈശോ. ഇപ്പോഴും ഈ നിമിഷം പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ലോകത്തിലെവിടെയെല്ലാം ലൈവായിരുന്നു, എപ്പോഴെല്ലാം ലൈവായി ശുശ്രൂഷ പങ്കെടുക്കുന്നു, അപ്പോഴെല്ലാം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവരുടെ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. ബോർഡ് എക്സാം ചെയ്യാൻ പോകുന്നവരുണ്ട്, അതിൻ്റെ മോഡൽ ചെയ്ത് കഴിഞ്ഞവരുണ്ട്, പിന്നെ ആനുവൽ എക്സാം ചെയ്യാൻ പോകുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ ഓർക്കുക, കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുക സഹോദരങ്ങളെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല, ജെറുസലേമിൽ നിന്ന് ഇറങ്ങിപ്പോയവരുണ്ട്, കർത്താവിൻ്റെ ചൈതന്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരെയും ഓർക്കണം. ഇപ്പോഴേ അവരെയും സംരക്ഷിക്കാൻ. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അത് നീ എങ്ങനെ വായിക്കുന്നു? ദൈവസ്നേഹത്തോടെ വായിക്കാനാണ്. എല്ലാവരെയും കരുതുന്ന ദൈവം, എല്ലാവരോടും ക്ഷമിക്കുന്ന ദൈവം, ഒന്നും അവകാശപ്പെടാതെ സ്വയം സമർപ്പിക്കുന്ന കർത്താവിൻ്റെ ചൈതന്യമാണ് നമ്മളിൽ ആവശ്യിക്കേണ്ടത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രസൻറ്റ് ക്രൈസിസ് ആണ്. പ്രസൻറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴനുഭവിക്കുന്ന സംഘർഷങ്ങൾ. ചിലപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥകളുണ്ട്, സാമ്പത്തിക കടങ്ങളുള്ളവരുണ്ട്. ഇന്നലെ രാത്രി ഞാനൊരു മനുഷ്യൻ്റെ പറഞ്ഞു വെച്ചാൽ കോടികളാണ് കടം, വീട്ടിൽ പോകാൻ തോന്നണില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ മുട്ടയെ നിർത്തി ആ മനുഷ്യനെ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് ഏൽപ്പിച്ചു. കടങ്ങൾ കൊണ്ട് വീട്ടിൽ പോകാൻ തോന്നണില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനെ അത് പതറി. കാര്യം അങ്ങനെ ഒത്തിരി പേരുണ്ടാകാം വീട്ടിൽ പോകാൻ തോന്നാത്ത ആൾക്കാർ, കുടുംബത്തിൻ്റെ അവസ്ഥ കാരണം വീട്ടിൽ കയറാൻ തോന്നാത്ത അവസ്ഥ ഉള്ളവരെ. അവരെ ഇപ്പോഴും ഈ ആരാധനയെ പ്രത്യേകം ഓർക്കുന്നു. ചിലപ്പോൾ കടം കൊണ്ടാകാം, ചിലപ്പോൾ രോഗം കൊണ്ടാകാം. ഒരു മകൻ എന്നോട് പറഞ്ഞു, വെച്ചാൽ എൻ്റെ പറമ്പിൽ ഭയങ്കര തർക്കവും ബഹളവുമാണ്, അതുകൊണ്ട് എനിക്ക് പറമ്പിൽ പോകാൻ തോന്നണില്ല എന്ന് പറഞ്ഞ്. അടിയാണ് നടക്കുന്നത് അവിടെ. എൻ്റെ പറമ്പിൽ കയറ്റാത്ത രീതിയിൽ ആൾക്കാരെന്നെ ആക്രമിക്കുന്ന പോലെയൊക്കെ ഉള്ള സീനുണ്ടായിട്ടുണ്ട്.
എനിക്കതുകൊണ്ട് എൻ്റെ പറമ്പിൽ പോകാൻ നോക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ തോന്നാത്തവർ, സ്വന്തം മുറി കയറാൻ തോന്നാത്തവർ, സ്വന്തം ഫാക്ടറിയിലോ ജോലി ചെയ്യുന്ന ഇടത്തോ അവിടെ ഉണ്ടാകുന്ന ഗ്രൂപ്പിസവും ചവിട്ടിക്കൂട്ടും കാരണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റണില്ല. ചില കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റണില്ല. നമ്മുടെ കർമ്മ രംഗങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വേദനപ്പെടുന്ന ആൾക്കാരുടെ ആന്തരിക ബന്ധനങ്ങളും ഭൗതിക സാഹചര്യങ്ങളെ പ്രതികൂല അവസ്ഥകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിങ്ങളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഈശോ ദൈവത്തിൻ്റെ നാമത്തിൽ സമസ്തവും ദൈവം അവൻ്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. അവൻ്റെ ദൈവിക ശക്തിയാൽ എൻ്റെ കർമ്മ ഇടങ്ങളിലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ ഓരോ വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഈ വിഷയത്തിനെല്ലാം അമ്മ സംരക്ഷണം ഉണ്ടെന്ന്. കാര്യം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് അടുത്തറിയുന്നുകൊണ്ട് അമ്മ മധ്യസ്ഥം വഹിക്കുന്ന ദിവ്യകാരുണ്യ ആരാധന സമയമാണ് നമ്മളെ വിഷയങ്ങളെല്ലാം ഓർക്കുന്നത്. അപ്പോൾ അച്ചിട്ട പോലെ വിഷയത്തിന് മേലെല്ലാം ദൈവിക ഇടപെടലുണ്ടാകും. അപ്പോൾ അത് ദൈവസ്നേഹത്തോടെയാണ് വിശ്വസിക്കേണ്ടതെന്നാണ് ഇന്നത്തെ സുവിശേഷ സന്ദേശത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പുറപ്പെട്ടു പോയ ആൾക്കാരും കൈമോശം വന്ന വിഷയങ്ങളുമാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ചില ആൾക്കാരുടെ ജീവിത പങ്കാളി പുറപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നുവെച്ചാൽ അകന്ന് താമസിക്കണവർ, ഭർത്താവിൻ്റെ വീട്ടിലും ഭാര്യ വീട്ടിലും, അല്ലെങ്കിൽ ഭർത്താവ് വേറെ ആൾക്കാരുടെ ഭാര്യയുടെ വീട്ടിൽ, ഇങ്ങനെ പുറപ്പെട്ടു പോയിരിക്കുകയാണ്. ഒന്നും അവസാനമായെന്ന് നിങ്ങൾ കരുതരുത്. അത് പറയേണ്ടത് കർത്താവാണ്. നിങ്ങൾ ദൈവത്തിന് സമയം അനുവദിച്ചു കൊടുക്കണം. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ സ്പർശിക്കണമേ കർത്താവേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ സ്വർണം, അന്യാധീനപ്പെട്ട പുരയിടം, കൈമോശം വന്ന രേഖകൾ, പ്രമാണങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ എല്ലാം കർത്താവിൻ്റെ കണ്ണിലുണ്ടെന്ന് എൻ്റെ മക്കൾ ഓർക്കണം. അമ്മ നിങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കുന്നു. ഈ വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ കണ്ണ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. വീട്ടിൽ കയറാത്ത ബന്ധുക്കൾ, പുറപ്പെട്ടു പോയ ജീവിത പങ്കാളി, മക്കൾ, അപ്പനും മക്കളുമായിട്ട് അകൽച്ചയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ, തമ്മിൽ കണ്ട മിണ്ടാട്ടമില്ലാത്തവർ, മാനസികമായി അകന്നു പോയവർ, കർത്താവിന് നാം ഐക്യപ്പെടാൻ വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കുന്നത് ശ്രദ്ധിക്കട്ടെ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 ജോലി, ഇൻ്റർവ്യൂ, ടെസ്റ്റ്,
അതുപോലെയുള്ള അഭിമുഖങ്ങൾ, കൗൺസിലിങ്, പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടിയുള്ള കൗൺസിലിങ്, PR-നും എമിഗ്രേഷന് വേണ്ടിയുള്ള കൗൺസിലിങ്, പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, നമ്മുടെ മികവ് പരിശോധിക്കുന്ന ടെസ്റ്റുകൾ, ആ മേഖലകളെല്ലാം നമുക്ക് കഴിവ് കുറയുമ്പോഴുണ്ടാകുന്ന ടെൻഷൻ. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനമാണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ. ദൈവികമായ ഇടപെടലാണ് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ കുറേയധികം ബിബ്ലിക്കൽ ഫോർമുലാസ് ഉള്ളത്. അതെല്ലാം വിശ്വാസത്തെക്കാളുപരി ദൈവസ്നേഹത്തോടെ അനുവർത്തിക്കണമെന്നാണ് ഇന്ന് സന്ദേശത്തിൽ വെളിപ്പെട്ട് കിട്ടിയത്. പ്രാർത്ഥിക്കുക, കർത്താവേ, എല്ലാ നൈപുണ്യ പരീക്ഷകളും, എല്ലാ മികവ് തെളിയിക്കുന്ന പരിശോധനാ പരീക്ഷകളും കർത്താവേ, എൻ്റെ എക്സാം ഹാളിലെ മുറികളിലെ അങ്ങയുടെ സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമേ കർത്താവേ. എൻ്റെ തീയതികള് ഇപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വ്യത്യസ്തമായ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമായ ഇടങ്ങളെ, സമയങ്ങളെ നിശ്ചയിച്ച് പരിശുദ്ധാമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈ പ്രോഗ്രാം ലൈവായി കൂടുന്ന ശുശ്രൂഷകൾ ലൈവായി കൂടുന്നവർ മൊബൈലിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേക്ക് നിങ്ങളുടെ ഡേറ്റുകൾ നിശ്ചയിക്കുക, എന്നിട്ട് സമർപ്പിക്കുക. സ്ഥലമളവിൻ്റെ ഡേറ്റ്, കേസിൻ്റെ ഡേറ്റ്, എല്ലാ മേഖലകളെയും ചിട്ട് ഡേറ്റ് വരെ നമുക്ക് സമർപ്പിക്കാം. കാര്യം നമ്മൾ ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, എല്ലാത്തിൻ്റെയും ഡേറ്റുകൾ, പരീക്ഷാ ഡേറ്റുകൾ ഒക്കെ സമർപ്പിക്കുക. വിശ്വാസത്തോടെ സമർപ്പിക്കുക. സമയത്തിൻ്റെ മധ്യസ്ഥ അധികാരമാണ് കാനായിലെ അമ്മയിലൂടെ പ്രകടമാകുന്നത്. പരിശുദ്ധ അമ്മ വഴി നിൻ്റെ ജീവിത സമയങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. പ്രാർത്ഥികർത്താവായ ദൈവമേ, അങ്ങയുടെ ഇടപെടലെ അത്യാവശ്യമാക്കുന്ന എല്ലാ ജീവിത മുഹൂർത്തങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ വഴി സമയമുഹൂർത്തങ്ങള് ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ഇടപെടലിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് സമയത്തിന് മേലുള്ള ദൈവിക അധികാരം പ്രഖ്യാപിച്ചേറ്റു പറയുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേർച്ച വസ്തുക്കൾ എടുക്കുക വെഞ്ചരിക്കാൻ വേണ്ടി. സന്തോഷത്തോടെ നേർച്ച വസ്തുക്കൾ എടുക്കുക. എന്നത്തെയും നേർച്ച വസ്തു എന്താണ്? പത്രമാണ്. പത്രം വാങ്ങാത്തവർ പോകുന്ന സമയത്ത് പത്രം വാങ്ങിച്ച് കൂപ്പൺ വാങ്ങിച്ചുകൊണ്ട് പോകണം. ഉടമ്പടി എപ്പോഴും പുതുക്കാൻ വേണ്ടി എടുക്കുന്നത് എന്താണ് എടുക്കുന്നത്? പത്രത്തിൻ്റെ കാർഡുകളാണ് എടുക്കുന്നത്. അത് നിങ്ങൾ തന്നെയാണ് വിതരണം ചെയ്തത്. നാട്ടിലാണ് വിതരണം ചെയ്തത്, പൊതുസ്ഥലത്താണ് വിതരണം ചെയ്തത്, അയൽവക്കത്താണ് വിതരണം ചെയ്തത്, എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പോൾ ക്ലാപ്പ് എന്നും പറഞ്ഞിട്ട് നാളെ മുതൽ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഒരു പേപ്പർ കിട്ടും നിങ്ങൾക്ക്. ക്ലാപ്പ് മീൻസ് എന്താണ്? CLAP. ക്ലാപ്പ് മീൻസ് കരഘോഷം. അതായത് കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചതിൽ ഉള്ള സന്തോഷമാണ് ക്ലാപ്പ് എന്ന് പറയുന്നത്. കർത്താവിന് സാക്ഷ്യം വഹിച്ചതിലുള്ള സന്തോഷം ക്ലാപ്പ്, കരഘോഷം. എന്താണ്? ക്രിസ്ത്യൻ ലൈഫ്. CL അസസ്മെൻറ്റ് പേപ്പർ AP, അതാണ് ക്ലാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പുതുക്കാൻ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ക്ലാപ്പ് പേപ്പർ തരും നിങ്ങൾക്ക്.
എന്നിട്ട് നിങ്ങളോട് കുറേ ചോദ്യങ്ങൾ നിങ്ങൾ ഉടമ്പടി ചെയ്തു പോയ ആൾക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി ചെയ്ത വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിക്കും നിങ്ങളോട്. ഇപ്പോൾ കുർബാന ഉടമ്പടി ചെയ്ത കത്തോലിക്കരെ കുർബാന മുടക്കാൻ പാടില്ല അല്ലേ. ദിവസം പോയി അത്രയും നല്ലത്. ഇപ്പോൾ ദിവസം പോകുകയാണെങ്കിൽ 5 പോയിൻ്റ്, ഞായറാഴ്ച പോകുകയാണെങ്കിൽ 3 പോയിൻ്റ്, ഇടയ്ക്കും തിലക്കുമാണ് പോകണമെന്നുണ്ടെങ്കിൽ 2 പോയിൻ്റ്, പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ 0 പോയിൻ്റ്. പിന്നെ നിങ്ങളെ കുമ്പസാരം നിയമം അനുസരിച്ച് നമുക്ക് 2 ആഴ്ച ഒരിക്കലാണ് കുമ്പസാരിക്കേണ്ടത്. ഈ ആണ്ടിലൊക്കെ കുമ്പസാരിക്കണ കാര്യമില്ലേ, അത് വല്ല ഊളംപാറ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണത്, വെളിവില്ലാത്തവന്മാർക്ക്. നിങ്ങൾക്കുള്ളതല്ലത്. നിങ്ങളെ ബോധമുള്ള ജീവിതം അനുഭവിക്കുന്ന ആൾക്കാർ 2 ആഴ്ച ഒരിക്കലാണ് കുമ്പസാരിക്കേണ്ടത്. മറ്റത് നിവർത്തിയില്ലാത്ത ആൾക്കാർ, പണ്ടത്തെ നിയമമാണത്. അച്ഛനുമില്ല, പള്ളിയുമില്ല, തുരുത്തിലൊക്കെ അകപ്പെട്ടു പോയ ആൾക്കാരില്ലേ, ലീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണത്. അല്ല മുട്ടിന് പള്ളിയും ധനകേന്ദ്രം തന്നെ 110 ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഈ ആൾക്കാർ ആണ്ടിലൊക്കെ കുമ്പസാരിക്കണ എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതല്ല, നിങ്ങൾ അങ്ങനെയുള്ള നിവൃത്തിയില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഒരു അറബ് രാജ്യങ്ങളിൽ പോവുകയാണ്, കുമ്പസാരിക്കാൻ ഇടമില്ല അവിടെ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ്, നിവൃത്തിയില്ലാത്ത ആൾക്കാരെ ഉദ്ദേശിച്ചാണ് അങ്ങനെയുള്ള നിയമങ്ങൾ സഭ വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ നിയമം എന്താണ്? 2 ആഴ്ച ഒരിക്കൽ. ഞങ്ങളൊക്കെ കുമ്പസാരിക്കേണ്ടത് 2 ആഴ്ച ഒരിക്കലാണ്. 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കുമ്പോൾ 5 പോയിൻ്റ്. ഇപ്പോൾ യാക്കോബ സഭയിലും CSIക്കാരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവിടെ സഭയുടെ നിയമം അനുസരിച്ചാണ് അവർ അത് ചെയ്യേണ്ടത്. കത്തോലിക്കർ അവിടെ സഭയുടെ നിയമം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എല്ലാ സഭയിലുള്ളവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരൊക്കെ എല്ലാം അവരുടെ സഭയിൽ നിശ്ചയിച്ചിരിക്കുന്നത് നിയമം അനുസരിച്ചാണ് പാലിക്കേണ്ടത്. കാര്യം ഇപ്പോൾ ഇവിടെ തന്നെ ഇടവകയുമായിട്ടുള്ള ബന്ധം ചോദിച്ചിട്ടുണ്ട്. ഇടവകയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമുണ്ട്? കുടുംബ യൂണിറ്റിൽ അംഗമാണോ? അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? പള്ളിക്ക് സംഭാവനകൾ ചെയ്യുന്നുണ്ടോ? അതൊക്കെ ചോദ്യമാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടാകുവേ, പക്ഷേ ഞങ്ങളത് നിങ്ങളെ ചെയ്യുന്ന കാര്യം നിങ്ങളെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നത്. ചെയ്യാത്തവരല്ല, ചെയ്യുന്നുണ്ട് നിങ്ങൾ. പക്ഷേ സഭയെ നിങ്ങളെ സഹായിക്കണം. ചിലർ ധ്യാനകേന്ദ്രത്തെ മാത്രമേ സഹായിക്കത്തുള്ളൂ, ഇടവകയെ സഹായിക്കത്തില്ല. ഇടവകയിൽ നിന്നല്ല നിങ്ങൾ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചത്, ആണോ? അതാ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്നാണോ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചത്? അപ്പോൾ ഇടവകയിൽ നിന്നാണ് നമ്മൾ ദൈവിക ജീവൻ കൈപ്പറ്റിയത്. ഇടവകയാണ് നമ്മളെ വളർത്തുകയും ചെയ്തത്, അല്ലേ? ഞങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഞങ്ങളൊക്കെ പെറ്റമ്മയല്ല, ആരാണ്? പോറ്റമ്മയാണ് ധ്യാനകേന്ദ്രങ്ങളെല്ലാം. അപ്പോൾ ഇടവകയിൽ നിങ്ങൾ ജോലി ചെയ്യണം. നിങ്ങൾ വളരണ എന്തിനാണ്? ഇടവകയെ, സഭയെ, നിങ്ങളെ ദൈവിക ജീവൻ കൈപ്പറ്റിയ സഭയെ നിങ്ങൾ വളർത്തണം നിങ്ങളുടെ സമർപ്പണം കൊണ്ടും. അതുപോലെ ധ്യാനകേന്ദ്രങ്ങളും ഇതുപോലെയുള്ള ആത്മാവിനെ പരിരക്ഷാ കേന്ദ്രങ്ങളാണ്. ഇതൊക്കെ ഞങ്ങളുടെ കൃപാസനം മിഷൻ കേന്ദ്രമാണ്. കർത്താവിനെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുമുള്ള കേന്ദ്രമാണ്. അത് മരിയൻ മിഷനാണെന്ന് മാത്രമേ ഉള്ളൂ. മരിയൻ മിഷനേക്കാൾ വലിയൊരു മിഷൻ ഇല്ല. അപ്പം നമ്മുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നവർ മരിയൻ മിഷൻ അനുസരിച്ചാണ് ആ ഉടമ്പടിയെല്ലാം പാലിക്കേണ്ടത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇടവകയുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ചോദിക്കും ഞങ്ങൾ, ഇടവകയുമായിട്ട് ബന്ധമുണ്ടോ? ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂദാശ സ്വീകരിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരതുകൊണ്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട. അവർക്ക് അഭയം ധ്യാനകേന്ദ്രം തന്നെയാണ്. നിങ്ങൾ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ചില ആൾക്കാർ കർത്താവ് അനുവദിക്കുന്നവരെ നിങ്ങളെ പരിരക്ഷിക്കും, നിങ്ങളെ തള്ളിക്കളയത്തില്ല. പ്രത്യേക സാഹചര്യമാണ്, അവർക്ക് കൂദാശ സ്വീകരിക്കാൻ വിലക്കുണ്ട്. പക്ഷേ ഞങ്ങൾ അവരെ സ്വീകരിക്കും. എങ്ങനെ സ്വീകരിക്കണത്? സഭയുടെ നിയമക്കനുസൃതമായി സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. നിങ്ങളുടെ വിഷയങ്ങളെല്ലാം നടക്കും. നിങ്ങൾക്കിതൊരു അഭയകേന്ദ്രം തന്നെയാണത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ കൗൺസിലേഴ്സ് സംസാരിച്ച് നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലായിട്ട് മിസ്റ്റേക്ക്, അച്ഛന്മാർ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. നേരത്തെ കൗൺസിലിംഗ് വന്നവരെ പോലെ എന്തുകൊണ്ട് പല വിഷയത്തിൽ അവർ ജീവിക്കുകയാണ്, പല അവസ്ഥയിൽ ജീവിക്കുകയാണ്. പക്ഷേ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. മകളെ നീ വിളിച്ച് സന്ധിച്ച് നിർത്തും. നിനക്ക് കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കേണ്ട സമയം വരും. നീ നോക്കി പാർക്കണം. നീ സങ്കടപ്പെടരുത്, നിരാശപ്പെടുകയും ചെയ്യരുത്. എല്ലാത്തിനും ദൈവിക തീരുമാനം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഉടമ്പടി തന്നെ നിങ്ങൾക്ക്. അപ്പോൾ ഉടമ്പടി ചെറുക്ക് കൂദാശ ചോദിക്കുമ്പോൾ അവർക്ക് പറയാം, അച്ഛാ ഞങ്ങൾക്ക് വിലക്കാണ്, കുഴപ്പമില്ല, അത് ചെയ്യേണ്ട, നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യും. അപ്പോൾ സൽപ്രവൃത്തി ചെയ്യാൻ പറയും അവരോട്. ഒരു വിളക്ക് അണയുമ്പോഴേ നമ്മളവരെ മൊത്തം അന്ധകാരത്തിൽ കളയത്തില്ല. അവർക്ക് അതിനുള്ള മാർഗം പറഞ്ഞു കൊടുത്ത് അവിടെ നിലനിർത്തും നമ്മൾ. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും, എങ്ങനെ അവസ്ഥയിലുള്ളവർക്കും ഒരു ഇടമാണ് അമ്മയുടെ ചിറകെന്ന് പറയണത്. ചിറകുള്ള അമ്മയല്ലേ നമ്മൾ ധ്യാനിപ്പിച്ചപ്പോഴച്ഛൻ പറഞ്ഞത്. അപ്പം അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഇടമുണ്ട്. സന്തോഷമായിരിക്കണം, വേദനിക്കരുത്, നിരാശപ്പെടരുത്. പിന്നെ അച്ഛന് പറയാനുള്ളത്, ഈ ക്ലാപ്പ് പേപ്പർ അനുസരിച്ച് നിങ്ങളുടെ സൽപ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടതാണ്.
ഈശോനെ അറിയാത്തവരെ നമ്മളെല്ലാം ആരറിയിക്കും? നമ്മളല്ലാതെ, ഈശോനെ അറിഞ്ഞവരല്ലാതെ എങ്ങനെ അറിയാത്തവരറിയിക്കും? അപ്പം നിങ്ങളെ കൃപാസനത്തിൽ വന്ന് ദൈവത്തിനെ അറിഞ്ഞ ആൾക്കാരാണ്. അപ്പം നിങ്ങൾ അറിയിക്കണം, പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ടും. അതുകൊണ്ട് അത് സത്യസന്ധമായിട്ട് ചെയ്യണം. ചില ആൾക്കാർ പത്രം കൊണ്ടുപോയി, ഞാൻ പറഞ്ഞില്ലേ, അന്തോസ്വാമിയാണ്ട് പടിനടയെ കൊണ്ട് വെച്ചിട്ട് ഞാനീ നാട്ടുകാരത്തി അല്ലെന്നും പറഞ്ഞ് ഓടിക്കളയും. അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് 2 മാർക്കാണ്. അപ്പോൾ അത് സത്യസന്ധമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ കാണട്ടെ ആൾക്കാരെ, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന ആളാണ്, കർത്താവാണ് നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവൻ പൊരിഞ്ഞത്, അതുകൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. അങ്ങനെയാണ് പരസ്യമായിട്ട് നമ്മൾ പത്രം കൊടുക്കും, എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനമാണത്. അപ്പോഴുകൊണ്ട് അത് നമ്മൾ പള്ളിയിൽ കൊടുത്താൽ 3 പോയിൻ്റ്, വീട്ടിൻ്റെ പരിസരത്ത് കൊടുത്താൽ 2 പോയിൻ്റ്, പൊതുസ്ഥലത്ത് കൊടുത്താൽ 5 പോയിൻ്റ്, ഇങ്ങനെ വ്യത്യസ്തമായി. ചിലർ എല്ലായിടത്തും കൊടുക്കും, പത്രം വാങ്ങിച്ചിട്ട് പള്ളിയിലും കൊടുക്കും, പൊതുസ്ഥലത്തും കൊടുക്കും, ഇടത്തും കൊടുക്കും. അപ്പോൾ ഏറ്റവും കൂടിയ പോയിൻ്റ് ഇതിനാണുള്ളത്, അത് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ 100 പോയിൻ്റിലാണ് ഉടമ്പടി പുതുക്കി അസസ്മെൻ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ശക്തീകരിക്കപ്പെട്ട ഒരു സഭ, ശക്തീകരിക്കപ്പെട്ട ഒരു വിശ്വാസി, അതാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം. പ്രേക്ഷിത ചൈതന്യമുള്ള ഒരു സുവിശേഷ സാക്ഷി. അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒത്തിരിയേറെ സുവിശേഷ സൂത്രങ്ങൾ വെളിപാട് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ശക്തീകരിക്കാനും സമയം ത്വരിതമാക്കാനുമുള്ള ദൈവിക നടപടികൾ സന്തോഷത്തോടെ ചെയ്തുകൊള്ളാമെന്നും നമ്മൾ പറഞ്ഞു ഉടമ്പടി ചെയ്യുമ്പോഴാണ് നമ്മൾ വളരണത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 1-2 ഉടമ്പടി പുതുക്കണതിന്, ഉടമ്പടി പുതുക്കണതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1-2 ഉടമ്പടി പുതുക്കണതിന് ഈസിയാണ്. നിങ്ങളെ ഭാരപ്പെടുന്നില്ല, പത്രത്തിൻ്റെ കാർഡ് കാണിച്ചാൽ മതി, അവർ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. പിന്നെ ഉടമ്പടി കൗൺസിലടുത്ത് ചെല്ലുമ്പോൾ ആ ക്ലാപ്പ് പേപ്പർ ഒന്ന് പൂരിപ്പിക്കാൻ പറയും. അത് അവർ സ്നേഹത്തോടെ പറയത്തുള്ളൂ, അല്ല നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല. അത് ക്വസ്റ്റ്യൻ അല്ല, ഉള്ളതുപോലെ പറയുക, അവർ എഴുതി വെക്കട്ടതേ. അപ്പം നിങ്ങൾക്കും ആ പേപ്പർ തന്നു വിടുമല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ പ്രാവശ്യം 30 മാർക്ക് കിട്ടി, അടുത്ത മാസം 35 മാർക്ക് മേടിക്കണം, അടുത്ത മാസം 40 മാർക്ക് മേടിക്കണം. അപ്പം നിങ്ങൾക്കും വളരാനൊരു മോഹവും താല്പര്യവും വരും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിതികൾ അറിയാൻ വേണ്ടി, പിന്നെ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കും. ഈ ഒരിട്ട കുർബാന കർത്താവ് പറഞ്ഞതാണ് ഈ ക്ലാപ്പ് പേപ്പറിനെ കുറിച്ച്. ഇപ്പം അത് നാളെ മുതൽ നടപ്പിൽ വരികയാണ്. ഇപ്പം ഇന്നെന്ന് പറയുന്നത് എല്ലാ ഉടമ്പടി ദിവസങ്ങളെയും തിങ്കളും ചൊവ്വായും ആരാധന ദിവസങ്ങളിൽ ഇപ്പോൾ എല്ലാ ജില്ലക്കാർക്കും ഉടമ്പടി എടുക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് 4 മണിക്ക് ഉടമ്പടി തുടങ്ങണം. 4 മണി തൊട്ട് 7 മണി വരെയാണ് ഉടമ്പടി സമയം. അപ്പോൾ നിങ്ങൾ ആദ്യം ക്ലാസ് കേൾക്കണം. ക്ലാസ് കേട്ടതിന് ശേഷം ഉടമ്പടി ഫോറം പൂരിപ്പിച്ച് ബ്രദർ അവിടെ നിന്ന് ഒപ്പിട്ട് തരുമ്പോൾ മാത്രമേ കൗൺസിലിൻ്റെ അടുത്ത് വരാവൂ, കൗൺസിലേഴ്സിൻ്റെ അടുത്ത് വരാവൂ. ഒപ്പിടാതെ വന്നാൽ കൗൺസിൽ സ്വീകരിക്കത്തില്ല, നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ അനുവദിക്കത്തുമില്ല. കാര്യം ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത് ക്ലാസ്സാണ്. അത് അവിടെ നിന്നും കിട്ടും. പിന്നെ വചനങ്ങൾ, അതിൻ്റെ വചനഭാഗം കൗൺസിലേഴ്സിൻ്റെ അടുത്ത് നിന്നും കിട്ടും. അത് 3 മണിക്കൂർ എടുക്കും ഒരാൾ ഒരു ഉടമ്പടി ചെയ്യാൻ. അല്ല ഇപ്പം നിങ്ങൾ ചാടി പോയി ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇടാമെന്നൊന്നും വിചാരിക്കരുത്. 3 മണിക്കൂർ എടുക്കും. പണ്ട് ആലപ്പുഴക്കാർക്ക്, എറണാകുളംകാർക്കും കോട്ടയംകാർക്ക് ഒന്നും ഉടമ്പടി ചെയ്യിക്കത്തില്ലായിരുന്നു ധ്യാന ദിവസം. കാസർഗോഡും ട്രിവാൻഡ്രവും ഹൈ റേഞ്ചും ചെയ്യിക്കത്തുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരെയും ചെയ്യിക്കും. പക്ഷേ 3 മണിക്ക് എടുക്കും. ഈ സമയത്ത് 2:30 തൊട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പോകാം, ഫ്രഷായിട്ട് വരാം. 3 മണിക്ക് 4 മണിക്ക് ക്ലാസ് തുടങ്ങും. 5 മണിയാകുമ്പോൾ ക്ലാസ് തീരും, പൂരിപ്പിച്ച് തീരും. 5 മണിക്ക് കൗൺസിലിംഗ് തുടങ്ങും. അത് 7 മണി വരെ കൗൺസിലിംഗ് കഴിഞ്ഞ് ഉടമ്പടി ചെയ്യിക്കും. 7 മണി വരെ. ഇവിടെ മെയിൻ ഓൾട്ടറിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, അപൂർവ രോഗികൾ, ഹൃദയ രോഗികൾ, അവർക്ക് വേണ്ടി 90 ചീട്ടാണ് ഇഷ്യൂ ചെയ്യണത്. ആ 90 ചീട്ട് നമ്മളുടെ ഹോളിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾക്ക് ഹോളിൽ നിന്ന് ചീട്ട് മേടിക്കാം. ഇന്ന് മറ്റു സംസ്ഥാനങ്ങളുള്ളവർ ഉടമ്പടി ചെയ്യുന്ന ദിവസമാണ്. പക്ഷേ ഉടമ്പടി ചെയ്ത് പുതുക്കിയവരാണെങ്കിൽ അച്ഛൻ കാണും, പുതുക്കാത്തവർ മറ്റു സംസ്ഥാനങ്ങളുള്ളവരെ കാണത്തില്ല. കാണേണ്ട കാര്യമില്ല, അവർ ഉടമ്പടി ചെയ്യട്ടെ. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുള്ളവർ ഉടമ്പടി ചെയ്ത് പുതുക്കിയവർ മാത്രമേ അച്ഛനെ കൊണ്ടുപോയി, അവിടുത്തെ ലീഡേഴ്സ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാവൂ. ഉടമ്പടി ചെയ്ത് പുതുക്കാത്തവർ കാണാൻ അനുവദിക്കത്തില്ല, കാണേണ്ട കാര്യമില്ല. രോഗികളാണെങ്കിൽ രോഗികളുടെ ചീട്ട് ഓഫീസിൽ നിന്ന് തരും. രോഗികളാണെന്ന് പറഞ്ഞാൽ മതി. കാര്യം എനിക്ക് ക്ലാസ്സിൽ നിന്ന് 6:30 ക്ലാസ്സിൽ കയറേണ്ടതാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും കിട്ടണത്രയും ചീട്ട് കിട്ടത്തില്ല. കാര്യം മറ്റു സംസ്ഥാനങ്ങളിൽ വന്ന ആൾക്കാരുണ്ട്, നിങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്യണത് 2-ാം നമ്പർ കൗണ്ടറിൽ ചീട്ട് കൊടുക്കണമുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കണം. ചിലപ്പോൾ രോഗികളുടെ ചീട്ട് 40 ആയിട്ട് കുറക്കും അവർ. കാര്യം എനിക്ക് 6:30 ക്ലാസ്സിൽ കയറേണ്ടത് കൊണ്ടാണ്. 4 മണിക്ക് ഇന്ന് കൃത്യമായിട്ട് മരിയൻ തപസ് ആരംഭിക്കും.
അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇപ്പോഴും ചെയ്യാൻ പോണത് ഹോസ്പിറ്റൽ മിഷനാണ്. അത് 15-20 മിനിറ്റേ ഉണ്ടാകത്തുള്ളൂ. ഹോസ്പിറ്റൽ മിഷൻ ഇപ്പോഴ് മണി 3-3:15 ആകുമ്പോൾ ഹോസ്പിറ്റൽ മിഷൻ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിക്കും. ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥന, അതിന് ചീട്ട് കൊണ്ടുവരണം. അവിടെ വന്ന് ഇടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ചീട്ട് ചോദിക്കും. രോഗിയാണ്, കൈയും കാലും പൊക്കി കാണിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ പോയി ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് ചീട്ട് വാങ്ങിക്കുക. അപ്പോൾ സമാപന ആശീർവാദമാണ്. നേർച്ച ഉയർത്തിപ്പിടിക്കുക, ആശീർവാദം സ്വീകരിക്കുക. സ്തുതിക്കട്ടെ യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, ആരാധന. ഈശോയെ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ഈശോയെ ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യേ